നിരവധി അപകടങ്ങൾ കരിമ്പയിൽ ഉണ്ടായിട്ടുണ്ടെന്നും പരാതികളും നിർദ്ദേശങ്ങളും പലതവണ നൽകിയിട്ടും ഒന്നും പരിഗണിച്ചില്ലെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. മന്ത്രി കണ്ടെത്തുന്നതിന് മുൻപേ ഇവിടുത്തെ നാട്ടുകാർ റോഡിന്റെ പ്രശ്നം കണ്ടെത്തിയതാണ്. ബന്ധപ്പെട്ട വകുപ്പുകളാണ് ഈ അപകടത്തിന് ഉത്തരവാദികൾ. കുട്ടികളുടെ കുടുംബങ്ങൾക്കുള്ള നഷ്ടപരിഹാരം നൽകുന്നത് വേഗത്തിലാക്കണം. ആരുടെ വീഴ്ച കൊണ്ടാണോ അപകടമുണ്ടായത് അവരിൽ നിന്ന് തുക ഈടാക്കണം. സർക്കാർ അതിന് തയ്യാറാകണം. ആരാണ് കോൺട്രാക്ടർ എന്നതിലല്ല കാര്യം, അവർ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് സർക്കാരാണെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു PMA സലാം. ഇതൊക്കെ ഉത്തരവാദപ്പെട്ടവരുടെ ബധിര കർണപുടങ്ങളിലേക്കാണ് ചെന്നെത്തിയത്. ശ്രദ്ധിക്കുന്നില്ല. ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് ഒരു ബോധവുമില്ല. ഇപ്പോൾ നമ്മൾ പ്രിയപ്പെട്ട 4 കുഞ്ഞ് അനുജത്തിമാരാണ് നഷ്ടപ്പെട്ടത്. അപ്പോഴാണ് ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി വന്നു നോക്കി പറയുന്ന റോഡ് ശരിയല്ല. ഇത് നേരത്തെ കൊടുത്ത് ജനങ്ങൾ പറഞ്ഞതാണ്. മാസങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് ബോധ്യപ്പെടുത്തിയതാണ്. എന്നിട്ട് അതെന്താണ് എന്നൊന്ന് പരിശോധിക്കാനോ അതിനെങ്ങനെ പരിഹാരം കാണണം എന്നതിനെക്കുറിച്ച് ആലോചിക്കാനോ ഈ ഭരണകൂടം തയ്യാറായില്ല. ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറായില്ല. PWD ഡിപ്പാർട്ട്മെൻറ്റ്, നാഷണൽ ഹൈവേ, ഇവരൊക്കെ ഇതിൽ വലിയ ഗുരുതരമായ കുറ്റകരമായ നിലപാടാണ് സ്വീകരിച്ചത്. ഒരു സംശയവുമില്ല. സത്യത്തിൽ ഈ മരണത്തിനൊക്കെ ഉത്തരവാദികൾ ഈ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റാണ് എന്ന് പറഞ്ഞാൽ ഒരു തെറ്റില്ല. ഇതൊക്കെ പരിഹരിക്കാവുന്നതേ ആയിരുന്നുള്ളൂ. ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിൽ നിന്ന് പെട്ടെന്ന് പോയി മറഞ്ഞതിന് കാരണം ഇവരാണ്. ഒരുപക്ഷേ ദൈവത്തിൻ്റെ വിധിയാണ് എന്നൊക്കെ പറയാം. എന്നാൽ പോലും നമ്മൾ ആഗ്രഹിക്കുകയാണ്, ഇങ്ങനെ ആയിരുന്നില്ല ഈ റോഡെങ്കിൽ അവരൊക്കെ ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എന്നൊരു ചിന്ത നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ കുടുംബങ്ങളിലെ 4 കുടുംബങ്ങളിലെ കുട്ടികളുടെ സ്ഥിതി, ആ കുടുംബത്തിൻ്റെ സ്ഥിതി എന്തൊരു ദയനീയമാണ്. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾ ഇപ്പോൾ വീട്ടിലെത്തും, ഞങ്ങളോടൊപ്പം ചേരും എന്ന് പ്രതീക്ഷിച്ച് വീട്ടിൽ നിൽക്കുന്ന ആളുകൾ. ഒരു ഉമ്മ ഒരു കുട്ടിയെ പ്രതീക്ഷിച്ച് ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. അവിടെ കൺമുമ്പിൽ വെച്ചാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത്രയും കുറ്റകരമായ അനാസ്ഥ കാണിച്ച ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ അതിൻ്റേതായ ശിക്ഷ നൽകേണ്ടത് അനിവാര്യമാണ്.